പെരുന്നാളിന് പുതിയ ഡ്രസ് ഇട്ട് പള്ളിയിൽ പോയി മെയിൻ ആവണം. അതിനുള്ള കാട്ടായോണ്ട് രാവിലെ എറ്റപ്പ് തൊട്ടിരുന്ന് കാണിക്കുന്നത്. കണ്ണാട്ട് മുമ്പിൽ ഇന്ന് ഒരേ ആറ്റിറ്റ്യൂഡിലായിരുന്നു. പുതിയ ഡ്രസ്സൊക്കെ നല്ല രാത്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുടിച്ച് റെഡി ആയാൽ മാത്രം മതി. ഒറ്റ ബ്ലൂപ്പിൽ റെഡി ആവണുണ്ടോ ഇപ്പൊ കാണിച്ചു തരാം. മോനെ ഏതായാലും ഇവൻ എന്താ ചെറുക്കും നോക്കി നേരെ പള്ളിയിൽ പോയി മെയിൻ ആവണം. പള്ളിയിൽ എത്തിയ പാടെ മനസ്സിലായി അടിയത്തെ പള്ളി ഫുള്ളാണ്. എ സി ഉള്ളതിന് പേരിൽ എല്ലാവരും നേരത്തെ വന്ന് അടി കുത്തിരിക്കേണ്ടി. ഇനി മോളിൽ പോക്ക് എന്നെ രക്ഷ. ഞാൻ മോളിൽ പോയപ്പോ ഞാൻ എ സിയിൽ ഇരിക്കലൂടാന്ന് പറഞ്ഞ് പോയ റാസിക്കാണ്. സ്ഥലം കിട്ടാണ്ടായപ്പോ എന്റെ ഒപ്പം നിന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിസ്കാരം തുടങ്ങി. നിസ്കാരം കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ എന്റെ മാറി കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഷിനാഫ് നിൽക്കുന്നതാണ്. ആരെങ്കിലും വന്ന് കെട്ടിപ്പിടിക്കുന്ന ചോദിച്ചിട്ടായിരിക്കും അവന്റെ നിപ്പ് നിൽക്കുന്നത്. പിന്നെ അവൻ സെലിബ്രിറ്റി ഉള്ള അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാനായി. അങ്ങനെ ആരും വരാണ്ടായപ്പോ ഓരോരുത്തരുടെ തങ്കടി ഒന്ന് കെട്ടിപ്പിടിക്കാനും വിചാരിച്ചിട്ടുണ്ട്. ഓരോരുത്തരെ പിന്നാലെ പോയി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആരും മൈൻഡ് ആക്കണില്ല. എന്തൊരവസ്ഥ നോക്കി ഇവന്റെ കട്ടായി നോക്കി ഇവിടെ ചിരിച്ചിരിക്കാനേ നേരം ഉണ്ടല്ലോ. അതിനിപ്പോ ഞാൻ പോയിട്ട് പിള്ളേർക്ക് ഇത് മാറി കൊടുക്കട്ടെ. പിന്നെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കെട്ടിപ്പിടുത്തത്തിന്റെ അയ്യാറ് കളിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കോഴിക്കോട് നിന്ന് സതക്കും തുറന്ന ചക്കനെ കാണിക്കണോ. അങ്ങനെ ഞാൻ കാത്തിരുന്ന ഇത് മാറി കൊടുക്കലൊന്നും വേറെ ആരല്ല അൻസിനെ. എല്ലാ കൊല്ലം അൻസിനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എന്തോ വല്ലാത്തൊരു കുറവുള്ള പോലെ ഉണ്ട്. ഇപ്പോഴും പാവ ഷിനാഫിന്റെ അവസ്ഥ നോക്കി ഇതുവരെയായിട്ട് ഒരു ഇത് മാർക്കോലും കിട്ടിയില്ല എന്നുണ്ട്. എല്ലാവരും തങ്കടി ചെന്നിട്ടും ആരും മൈൻഡ് ആകണില്ല. ചെക്കൻ വിഷമിച്ച് വീട്ടിൽ പോകുമ്പോണ്ട് അവന്റെ ഡിപ്രഷമായിട്ട് ഞാൻ തന്നെ കടിയെന്ന് ചെക്കൻ ഇത് മാറി കൊടുത്തു. ചെക്കൻ ഹാപ്പി തന്നെ. പിന്നെ ഓരോരുത്തരും ഒന്ന് ചെക്കനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ വന്ന് പറഞ്ഞു സതക്കുവാച്ചു അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കിയപ്പോ എന്തൊക്കെ ചെയ്യണ്ട അല്ലാക്കറിയാൻ തൊട്ടായിരുന്നു. മരികാട്ടായി നോക്കി കഴിഞ്ഞാലേ നമുക്ക് അടി പള്ളിക്കാർ കൊടുക്കണ പായസം കിട്ടൂല. അങ്ങനെ അടിക്ക് ഇറങ്ങി ചെന്നപ്പല്ലേ അടിയത്തെ പള്ളി കാലി നേരത്തെ ഫുള്ളായിരുന്നു. ഇപ്പൊ എല്ലാവരും പായസം കൗണ്ടറിന്റെ അടുത്തുണ്ട്. അങ്ങനെ ആ തിരക്കിന്റെ ഇടയിൽ എനിക്കും പായസം കിട്ടി. സംഭവങ്ങൾ വാവുമായിട്ടുണ്ട്. പായസം കുടിച്ചിറങ്ങിയപ്പോൾ ഈ കാഴ്ചയാണ്. ഇതാരത് സൽമാൻ ഖാനാ പള്ളി വന്നേക്കണത്. പിന്നെ പള്ളി വന്ന് സെറ്റപ്പ് ആക്കിയതിന്റെ പേരിൽ ഓരോ മുക്കിലും മൂലയിൽ ഓരോ ടീംസ് ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. എല്ലാവരും സ്റ്റാറ്റസും കാണാം. പള്ളിയിൽ എല്ലാം മുക്കും മൂലയും ഉണ്ടാവും. ഇതൊക്കെ എന്ത് പോസ്റ്റ്. ഇങ്ങനെയൊക്കെ ക്യാമറമാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കളിയാക്കാണ്ട് വിടും. ഇന്നിക്കടെ എല്ലാമാരെ ഞാൻ കളിയാക്കി വീട്ടിൽ കൊടുത്തില്ല. പക്ഷെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. പടച്ചവരോട് മറുപടി പറയണ്ടേനൊക്കെ. അങ്ങനെ അവിടെ രണ്ടു പിക്ക് കൊടുത്ത് ഞാൻ ഇറങ്ങിയപ്പോ എല്ലാവർക്കും ഇത് വർക്ക് ശരി എന്നാ ഫോളോ ചെയ്താൽ നാളെ കാണാം.